ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാകാത്ത മനുഷ്യരുണ്ടാവാം. അവർക്ക് ചിലത് കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരും. മരണമെന്നത് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ ലോകത്ത് നിന്ന് തീർന്നു പോവുക എന്നതല്ലാതെ അതാ മലക്കുൽ മൗത്തും മലായിക്കത്തുകളും വന്ന് റൂഹ് പിടിക്കുമ്പോ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് അട്ടഹാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് റൂഹ് ഉള്ളിലേക്ക് വലിഞ്ഞ് അൻഫുസകും എടുക്കട റൂഹ് പുറത്തേക്കെന്ന് പറഞ്ഞ് ആക്രോശിച്ച് അവന്റെ റൂഹിങ്ങനെ പുറത്തേക്കെടുക്കുന്ന ദയനീയമായ രംഗമുണ്ട് എന്ന് പറയുമ്പോ മനസ്സിലാകാത്ത മനുഷ്യരുണ്ട്. അവന്റെ മുഖത്തും മാഞ്ഞടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ദുർമാർഗികളായി ജീവിച്ചവർ, അക്രമികളായി ജീവിച്ചവർ, നന്ദികെട്ടവരായി ജീവിച്ചവർ, ശ്രട്ടാവായ റബ്ബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവർ, തന്റെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റിയവർ, നാളെ വേദനിക്കുന്ന കഠോരമായ വേദന അനുഭവിച്ചുകൊണ്ട് ലോകത്തുനിന്ന് മരണപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ അതൊന്നും വിശ്വസിക്കാതെ തള്ളിപ്പറയുന്നവർക്ക് നാളെ ഒരുപക്ഷെ ആ വേദന അനുഭവിക്കുമ്പോ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അവർക്ക് ഇത് വിശ്വസിക്കാൻ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇൽമുൽ യഖീൻ. ഒക്കെ നിങ്ങൾ നിഷേധിച്ചു പോകുന്ന ആളുകളോട് വേണ്ട കേട്ടോ, കാണുക തന്നെ ചെയ്യും. നേരെ കണ്ണുകൊണ്ട് കൃത്യമായി കണ്ട് ഉറപ്പുവരുത്തുന്ന ഒരു സമയം വരാനുണ്ട്. ഇത് മാത്രമല്ല, മൂന്നാമത്തെ മേഖലയായി അല്ലാഹു പറഞ്ഞു ഹഖ്ഖുൽ യഖീൻ. ഒന്നേതാ ഇൽമുൽ യഖീൻ, രണ്ടേതാ ഐനുൽ യഖീൻ, മൂന്നേതാ ഹഖ്ഖുൽ യഖീൻ. മരണം കൊണ്ടും അവസാനിക്കാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിന്ന് സ്വർഗ നരകങ്ങളെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ വല്ലാത്ത രംഗമുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കേട്ടിട്ടും പഠിക്കാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ വിളിച്ചിട്ടും സത്യത്തിലേക്ക് വിളിച്ചിട്ടും അത് ചെവി കൊടുക്കാതെ മാറി നടക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അനുഭവിക്കേണ്ട ഘട്ടം, അവന്റെ തൊലി അനുഭവിക്കുന്ന ഘട്ടം, അവന്റെ ശരീരം അനുഭവിക്കുന്ന ഘട്ടം നേർക്ക് നേരെ വരേണ്ടി വരും. അതാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഇന്ന ഹദാ ലഹുവൽ ഹഖ്ഖുൽ യഖീൻ വ ഇന്നഹു ലഹഖ്ഖുൽ യഖീൻ. സൂറത്തുൽ ഹഖ്ഖയിൽ പറഞ്ഞു, സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു, നേരത്തെ പറഞ്ഞു സൂറത്തുൽ തകാസുറിൽ പറഞ്ഞു. ഇതൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പ്രയോഗിച്ച ചില ശൈലികളാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ثم إلينا ترجعون. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നിഷേധികളായി തോന്നിവാസികളായി നടന്ന ആളുകൾ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുമ്പോൾ ഒരു ജാമ്യാപേക്ഷ കൊടുത്തു. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, കുറഞ്ഞൊരവധിക്കെങ്ങാനും നീ എന്നെ ഒന്ന് ബന്ധിച്ചു തന്നാൽ ഞാൻ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായി കൊള്ളാം, സൽക്കർമ്മങ്ങൾ ധാരാളം ഞാൻ ചെയ്തു കൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലായി കൊള്ളാം, ദാനധർമ്മങ്ങൾ ധാരാളമായി ഞാൻ ചെയ്തു കൊള്ളാം. കുറഞ്ഞൊരവധിക്ക് നീ എന്നെ പിന്തിപ്പിച്ചാൽ മാത്രം മതി എന്ന് അഭ്യർത്ഥിക്കുമ്പോ വാനലോകത്ത് നിന്ന് മലക്കുൽ മൗത്തിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ട കേട്ടോ, അതവന്റെ ഒരു പറച്ചിലാണ്, അവനതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ അവന്റെ റൂഹിനെ എടുത്തോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുകയാണ്. ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അല്ലാഹു കാരുണ്യവാനായ അല്ലാഹു അല്ലേ? കാരുണ്യവാനായ അല്ലാഹുവിന്റെ ഒരു അടിമ മരണാസന്നനായി കിടക്കുമ്പോ അയാൾക്കൊന്ന് നന്നാവാം, അയാളുടെ ജീവിതം ഒന്ന് മാറ്റാൻ
സ്വഭാവത്തിലും ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു നല്ല ആളാകാൻ വേണ്ടി കാരുണ്യവാനായ അള്ളാഹുവിനോട് ഒരവധി ചോദിച്ചിട്ട് അള്ളാഹു കൊടുക്കുന്നില്ലല്ലോ, സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ശരാശരി 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ, 60 വയസ്സ്, ഏറ്റവും ചുരുങ്ങിയത് 25 കൊല്ലം കിടന്നുറങ്ങും. 40 കൊല്ലം ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും, അത് വേറെ. ശരാശരി അവരുടെ 25 കൊല്ലം കിടന്നുറങ്ങും, ബാക്കി 35 കൊല്ലം. ഈ 35 കൊല്ലത്തിൽ 15 കൊല്ലം ബാല്യം, ബാക്കി 20 കൊല്ലം. ഈ 20 കൊല്ലത്തിൽ തൊഴിൽ ചെയ്യാൻ എത്ര വർഷം എടുത്തിട്ടുണ്ടാകും? ഭാര്യാഭർത്തൃ സംസർഗത്തിന് എത്ര വർഷം എടുത്തിട്ടുണ്ടാകും? ഭക്ഷണം കഴിക്കാൻ എത്ര വർഷം എടുത്തിട്ടുണ്ടാകും? കുളിക്കാൻ, ബാത്റൂമിൽ പോകാൻ, അങ്ങനെ പല 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 ആവശ്യങ്ങൾക്കും ഓരോ വർഷങ്ങളും കഴിച്ചാൽ ആറ്റിക്കുറുക്കി അളന്നെടുത്താൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്ന് കുമ്പിടാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് കുമ്പിടാൻ, അവനെന്തെങ്കിലും ഒരു ചെയ്യാൻ അവസരം വളരെ ചുരുങ്ങിയ. ഇത്ര ദീർഘമായ കാലം നിനക്ക് അവസരം തന്നിട്ട് നീ നന്നായില്ല, കല്ല, ഇനി നന്നാവണ്ട, വേണ്ട. അതാ ഇത്ര ദീർഘമായ ഒരവസരം തന്നു, എല്ലാ സൗകര്യങ്ങളും തന്നു, കണ്ണും കാതും കരളും ഒക്കെ തന്നു, അല്ലേ? അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. അവന് നാം 2 കണ്ണുകൾ നൽകിയില്ലയോ? ഒരു നാവും 2 ചുണ്ടുകളും അവന് നാം നൽകിയില്ലല്ലോ? നാവ് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കുമില്ലേ? പോത്തിന് നാവുണ്ടല്ലോ, പാമ്പിന് നാവുണ്ടല്ലോ, തവളക്ക് നാവുണ്ടല്ലോ, അല്ലെ? കഴുതക്കും നാവുണ്ടല്ലോ, ഒട്ടകത്തിനും നാവുണ്ടല്ലോ. പക്ഷേ സംസാരിക്കുന്നില്ല. സംസാരശേഷി കൊടുത്തത്, ആ നാവിന് നാവിന്റെ കഴിവ് കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് മാത്രമാണ്. 2 ചുണ്ടുകൾ, 2 ചുണ്ടില്ലാതെ സംസാരിച്ചാൽ വാക്കുകൾ കൃത്യമായി പുറത്തേക്ക് വരികയില്ല. 2 കണ്ണുകൾ, വാച്ച് റിപ്പയർ ചെയ്യുന്ന ആളെ നാം കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ കണ്ണിൽ ഒരു ചെറിയ ലെൻസ് ഉണ്ടാകും. ആ ലെൻസ് കൊണ്ട് വാച്ചിന്റെ ഉള്ളു നോക്കിയാൽ ചെറിയ സാധനങ്ങൾ അല്പം വലുതായി കാണാൻ സാധിക്കുമെന്ന കാര്യം സത്യമാണ്. പക്ഷേ ആ ലെൻസിന്റെ വട്ടത്തിലുള്ളതിനപ്പുറം കാണാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ ആ ലെൻസിന്റെ 10-1 പോലും വലിപ്പമില്ലല്ലോ. കണ്ണിന്റെ അകത്തുള്ള കൃഷ്ണമണി എന്ന് പറയുന്നതിന്റെ മധ്യത്തിലുള്ള കറുത്ത പൊട്ട്, 2 കണ്ണിന്റെയും കൺപോളകളാകുന്ന ഷട്ടറുകൾ അങ്ങോട്ട് നീക്കിയാൽ വിശാലമായി പ്രപഞ്ചം കാണാനുള്ള കാഴ്ചശക്തി തന്ന റബ്ബുണ്ടല്ലോ. അതെല്ലാം തന്നിട്ട് നീ നന്നായിട്ടില്ല. ഒരനുഭവം നിങ്ങളുമായി പങ്കുവെക്കുക. പെരുമ്പാവൂരിൽ ഇതുപോലുള്ള ദഅവ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഒരു കളർ നോട്ടീസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്സിൽ കൊടുത്തു, കളർ നോട്ടീസ് അടിക്കാൻ. അപ്പൊ ഓരോ ഭാഗത്തിന് ഇങ്ങനെ ഇതിന് ഇന്ന കളർ കൊടുക്കണം, ഇവിടെ ഇന്ന കളർ കൊടുക്കണം, അതിന്റെ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പ്രസ്സിന്റെ ഉടമ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കളർ സെലക്ട് ചെയ്തിട്ട് അടുത്തിരിക്കുന്ന ആൾ ചോദിക്കും, മോനെ ഈ കളർ ഏതാ? അയാൾ കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരിക്കും, മോണിറ്ററിലേക്ക് നോക്കിയിരിക്കാം. മോണിറ്ററിലേക്ക് നോക്കിക്കൊണ്ട് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ഈ കളർ ഏതാണ്? അപ്പൊ അടുത്തിരുന്ന ആൾ ചോദിച്ചു, എന്ത് വർത്താനാ ചേട്ടാ ഈ പറയണേ? നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്നോട് കളർ ഏതാണ്? അപ്പൊ ആ മനുഷ്യന്റെ ഒരു രഹസ്യം പറഞ്ഞു, അനിയ, കളർ തിരിച്ചറിയാനുള്ള എന്റെ കണ്ണിന്റെ ശേഷി നഷ്ടപ്പെട്ടിരിക്കും. ലോകത്തെവിടെയും പോയി ചികിത്സിക്കാനും മാത്രം പണം കയ്യിലുള്ള മനുഷ്യനാണ്. അയാൾ പോകാത്ത സ്ഥലമില്ല. പക്ഷേ കളറ് തിരിച്ചറിയാനുള്ള ശേഷി തിരിച്ചു കിട്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എത്ര വട്ടം അല്ലാഹുവിനെ സ്തുതിക്കണം, എത്ര തസ്ബീഹ് ചൊല്ലണം. നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹം അല്ലേ? ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിനക്ക് നാം തന്നിട്ട്, ദീർഘമായ ഒരു അവധി ഞാൻ നിനക്ക് തന്നിട്ട് നീ നന്നായിട്ടില്ലല്ലോ. ഒക്കല്ല, വേണ്ട വേണ്ട. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതവന്റെ ഒരു പറച്ചിൽ മാത്രമാണ്. അവനതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിടിച്ചോ അവന്റെ റൂഹിനെ എന്ന് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നതാണ്. മാത്രവുമല്ല, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളുണ്ടല്ലോ, അവരെ മരിപ്പിക്കാൻ ചെല്ലുമ്പോ നേർക്ക് നേരെ ഒരു മുഖാമുഖം നടക്കുന്നുണ്ട് അവിടെ.
അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകളെ മരിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഒരു മുഖാമുഖം എന്താ? ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹും ഖാലൂ അയ്ന മാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ് ഖാലൂ ളല്ലൂ അന്നാ വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 37-ാമത്തെ സൂറത്തുൽ അഅറാഫിലെ 37-ാമത്തെ വചനമാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളെ മരിപ്പിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം ചെല്ലുമ്പോൾ ചോദിക്കും, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നീ വിളിച്ചു പ്രാർത്ഥിച്ചവരൊക്കെ എവിടെ പോയി? ചോദിക്കും. എല്ലാവരോടും ചോദിക്കും. ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചവരോട് ചോദിക്കും, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചവരോടും ചോദിക്കും, ശ്രീരാമനെ വിളിച്ചവരോടും ചോദിക്കും, അയ്യപ്പനെ വിളിച്ചവരോടും ചോദിക്കും, യേശുവിനെ വിളിച്ചവരോടും ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന് ജാതിയും മതവും അങ്ങനെ പഞ്ചായത്തും ജില്ല ഒന്നും നോട്ടൊന്നുമില്ലല്ലോ. ഇല്ല, എല്ലാവരും മരിപ്പിക്കാൻ അല്ലാഹു ചുമതലപ്പെടുത്തിയിരിക്കുന്ന മലക്കാണ്. ചോദിക്കും, ഐനമാ കുൻതും തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നീ വിളിച്ചു പ്രാർത്ഥിച്ചവരൊക്കെ എവിടെ പോയടോ? ഖാലൂ ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, ലല്ലൂ അന്നാ, അവരെല്ലാവരും ഞങ്ങളെ വിട്ടു പോയി കഴിഞ്ഞു. വശഹിദൂ അലാ അൻഫുസിഹിം, സ്വന്തത്തിനെതിരെ അവരതാ സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ് ആ സ്വന്തത്തിനെതിരെയുള്ള സാക്ഷ്യമെന്നല്ലേ? അന്നഹും കാനൂ കാഫിരീൻ, ഞങ്ങൾ കാഫിറുകളായിരുന്നു എന്ന് മരിക്കുന്നതിന്റെ മുമ്പ് സമ്മതിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത്. മൽക്കുൽ മൗത്തിന്റെ മുമ്പിൽ കാഫിറായിരുന്നു എന്ന് സമ്മതിച്ചിട്ടേ മരിക്കും. ആ റൂഹിനെ പിടിച്ചു വലിച്ചാൽ ഒരു കരിമ്പടത്തിൽ പൊതിയുകയാണ്. ആ കരിമ്പടത്തിൽ പൊതിയുമ്പോഴേക്കും ചുറ്റുഭാഗത്തും ദുർഗന്ധം പരക്കുകയാണ്. സബാനിയാക്കളായ മലക്കുകൾ ഈ റൂഹിനെയും കൊണ്ട് ഒന്നാനാകാശത്തേക്ക് പറക്കുകയാണ്. ഒന്നാനാകാശത്ത് ചെല്ലുമ്പോ ഒന്നാനാകാശത്തെ മലക്കുകൾ ചോദിക്കും, എന്തോ ഒരു ദുർഗന്ധം, ഏത് വൃത്തികെട്ട മനുഷ്യനാണിതെന്ന് ചോദിക്കുമ്പോ, ദുനിയാവിൽ എത്ര മോശമായിട്ടാണോ അയാൾ അറിയപ്പെട്ടത്, ആ മോശമായ പേര് പരിചയപ്പെടുത്തിക്കൊണ്ട് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ നിന്ന് റൂഹിനെയും കൊണ്ടുപോയ സബാനിയാക്കളായ മലക്കുകൾ പരിചയപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. അപ്പൊ വാനലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. അവന്റെ കർമ്മങ്ങൾ ഭൂമിക്കടിയിലുള്ള സിജ്ജീനിൽ രേഖപ്പെടുത്തുക. അവന്റെ കർമ്മങ്ങൾ ഭൂമിക്കടിയിലുള്ള സിജ്ജീനിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വലിച്ചെറിയൂ അവന്റെ റൂഹിനെ. അവന്റെ ശരീരത്തേക്ക് ആ റൂഹ് ചെല്ലട്ടെ. അല്ലാഹുവിന്റെ കൽപ്പന, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിക്കപ്പെടുകയില്ല. ഏതുവരെ? ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന സമയം വരെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫുഹു അത്വയ്റു ഔ തഹ്വീ ബിഹി الرീഹു ഫീ മകാനിൻ സഹീഖ്. ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ആകാശത്ത് നിന്ന് പിടിവിട്ടവനെ പോലെയാണ്. പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കുന്നു, അല്ലെങ്കിൽ കാറ്റവനെ വിദൂരതയിലേക്ക് പോയി തള്ളിയിടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ഈ രംഗം കൃത്യമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവന്റെ റൂഹ് ശരീരത്തിലേക്ക് വരും. മുൻകർ വനക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ചോദ്യം ചെയ്യാൻ ഇവന്റെ അടുത്തേക്ക് വരും. ചോദ്യം ചെയ്യാൻ ഇവന്റെ അടുത്ത് വരുമ്പോ ഇവനോട് അള്ളാഹുവിനെ പറ്റി ചോദിക്കുമ്പോൾ അവനക്ക് അറിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചോദിക്കുമ്പോൾ അവൻ അറിയില്ല. അള്ളാഹു വാനലോകത്ത് നിന്ന് വിളിച്ചു പറയും, കദ്ദാബ് കദ്ദാബ്, കള്ളനാണവൻ, കള്ളനാണ്, അവൻ പറഞ്ഞത് കള്ളമാണ്, നരക കവാടം തുറന്നിടൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മുൻകർ അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി കഴിയുമ്പോ ദുർഗന്ധം വമിക്കുന്ന
കാണാൻ ഭീകരമായ രൂപമുള്ള ഒരു മനുഷ്യനെയുമായി ദുഷിച്ച മനുഷ്യന്റെ അടുക്കലേക്ക് നടന്നു ചെല്ലുകയാണ്. അപ്പോഴേക്കും അയാൾ പറയും, ദൂരെ പോവുക, നിനക്ക് നാശം, നീ ആരാണ്, നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ ആകെ തന്നെ മരിച്ചുപോയ മനുഷ്യനോട് പറയുന്നു, ദുനിയാവിൽ വെച്ച് നീ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളാണ് ഞാൻ. ബാങ്ക് വിളിച്ചപ്പോൾ നീ ഉത്തരം ചെയ്തില്ലല്ലോ, നീ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവനല്ലേ, നീ തോന്നിയതുപോലെ ജീവിച്ചവനല്ലേ, നീ പലിശ തിന്നവനല്ലേ, നീ മദ്യപിച്ചവനല്ലേ, നീ തോന്നിയവാസം ചെയ്തവനല്ലേ, നീ ചെയ്തു കൂട്ടിയ മുഴുവൻ തോന്നിയവാസങ്ങളുമാണ് ഞാൻ, നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് ശപിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതാണ്. ആ സമയത്ത് ഈ ദുർമാർഗിയായ മനുഷ്യൻ ഖബറിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ ഖിയാമത്ത് നാൾ ഒരിക്കലും വരാതിരിക്കട്ടെ. രണ്ട് രൂപത്തിലുള്ള മരണമാണ്, രണ്ട് രൂപത്തിലുള്ള അനുഭവമാണ്, രണ്ട് രൂപത്തിലുള്ള പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ രണ്ട് രൂപത്തിലുള്ള മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി. അതിൽ മുഅ്മിനായ മനുഷ്യന്റെ മരണം വരിക്കാനുള്ള ഭാഗ്യത്തിനായി നമ്മൾ പ്രത്യേകം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. റഹ്മാനും റഹീമുമായ അല്ലാഹു അത്തരം ഭാഗ്യശാലികളിൽ നമ്മയും നമ്മുടെ അഹ്ലുകാരെയും സന്തതി പരമ്പരകളെയും ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസിയാണ് മരിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൂജയിൽ നിന്നും വെള്ളം ഒഴുകുന്നത് പോലെ, അല്ലെങ്കിൽ വെണ്ണയിൽ നിന്നും നൂല് വലിച്ചെടുക്കുന്നത് പോലെയാണ് ഒരു വിശ്വാസിയുടെ മരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്.